എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. ഇനി നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാം. നിങ്ങളോടുള്ള മെൻറ്റാലിറ്റി എന്താണ് എന്ന് നോക്കാം. നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്ത് ഉത്തരമാണ് വേണ്ടത്, എന്ത് ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, അതിവിടെ ചോദിക്കുക. നിങ്ങളുടെ പങ്കാളി എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരും. അതിനുവേണ്ടി പ്രാർത്ഥനയോട് കൂടിയിട്ട് റീഡിങ് കാണുക. ഇനി നിങ്ങൾക്കൊരു ആൻസർ കിട്ടാറാവുമ്പോഴാണ് കേട്ടോ റീഡിങ് കാണുക. അതിന് 2 ദിവസം കഴിഞ്ഞായാലും 1 വർഷം കഴിഞ്ഞായാലും, കാരണം ഇത് ടൈംലെസ് റീഡിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്, റിപ്പീറ്റായിട്ട് ഇടുന്നത്. നിങ്ങളെപ്പോൾ കാണുന്നോ അപ്പോഴാണ് നിങ്ങൾക്കത് കേൾക്കേണ്ട സമയം എന്ന് മനസ്സിലാക്കുക. ഇനി ചാനലൊന്ന് സബ് ചെയ്യുക കേട്ടോ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക, നെഗറ്റീവ് കമൻറ്റ് ഇടാതിരിക്കുക. ഞാൻ പറയാറുണ്ട്, ഇത് കാണാൻ വരുന്നവരെ അത് ബാധിക്കും. ഇനി പറയാനുള്ളത്, പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ പങ്കാളിയുടെ ചിന്തകൾ എന്താണ്, നിങ്ങളോട് എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിലേക്ക് പോവാം. ഹെരഫൻ്റാണ് ആദ്യം വന്നിരിക്കുന്നത്. സണ്ണ് വന്നു, കിങ് വാണ്ട്, ലവ് കാർഡ് വന്നു, വീൽ ഓഫ് ഫോർച്യൂൺ വന്നു, 10 സോഡ്സ് വന്നു. ഇനി നമുക്കൊരു കാർഡ് കൂടി വേണം. പേജ് പെൻഡക്കളാണ് വന്നിരിക്കുന്നത്. ടോറസ്, ലിയോ, ജെമിനി, മാർസ് ഇങ്ങനെയുള്ള സോഡിയാക് സൈനുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളതാണെങ്കിൽ നിങ്ങൾക്കുള്ളതായിരിക്കാം ഈ മെസ്സേജുകൾ കൂടുതലും. ആദ്യത്തെ കാർഡ് ഹെരഫൻ്റാണ്. ആള് കുറച്ച് സൗന്ദര്യമുള്ള ആളായിരിക്കുക, ബോഡി ഒക്കെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കുക, ജിമ്മിലൊക്കെ പോകുന്ന ആളായിരിക്കാം. ഇനി ഷീ ഓർ ഹി ആരും ആവാട്ടോ, പെൺകുട്ടികളും ജിമ്മിൽ പോകുന്നുണ്ട്. ഇനി ആഡംബരപ്രിയമുള്ള ആളാണ്, സുഖലോലുപരായിരിക്കുമെന്നാണ് പറയുന്നത്. ആഭരണങ്ങളൊക്കെ ധാരാളം അണിയാൻ താല്പര്യമുള്ളവരായിരിക്കുമെന്നാണ് പറയുന്നത്. പുരുഷനാവാം സ്ത്രീയാവാം. പുരുഷൻ ആഭരണം ഇടുമോ എന്നാണ് ചോദിക്കുക. അവരും ഇടുമല്ലോ. കഴുത്തിൽ ചെയിനിടും, കൈ ചെയിനിടും, വാച്ചുകളിടും. ഇനി പുതിയ പുതിയ ഡ്രസ്സുകൾ, പുതിയ മോഡൽ, ഇതൊക്കെ ഇങ്ങനെ മാറി മാറി വാങ്ങുക, ധരിക്കുക, വൃത്തി വെടിപ്പ്, ഇതൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ ആദ്യത്തെ കാർഡിൻ്റെ. അപ്പോൾ സുഖത്തിൽ താല്പര്യമുള്ളവരാണ്, കുറച്ച് പറഞ്ഞാൽ കേൾക്കാൻ മടിയുള്ളവരാണ്, എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയില്ല, നല്ല സൗന്ദര്യമുള്ളവരാണ്, നിങ്ങൾക്ക് സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാണ്. ഇനി എങ്ങനെയെങ്കിലുള്ള ഒരാളെ പങ്കാളിയായിട്ടൊന്നും അവർ സ്വീകരിക്കില്ല. കണ്ണിന് ഇഷ്ടപ്പെടണം, ഇനി സ്വഭാവത്തിലും ഇഷ്ടപ്പെടണം കേട്ടോ. കണ്ണിന് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. തനിക്ക് ചേർന്ന പങ്കാളിയെ മാത്രം സെലക്ട് ചെയ്യുന്നവരാണ് ടോറസുകാർ. അങ്ങനെയാണോ നിങ്ങളെ ഇടവം രാശിക്കാർ? ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. ഇനി വന്നിരിക്കുന്നത് സണ്ണാണ്. അത് പറയുന്നത് ജീവിതകാലം മുഴുവൻ പങ്കാളി കൂടെ വേണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. എല്ലാ ദിവസവും ഒരേ റീഡിംഗ് ആയിരിക്കില്ല. ഇതിൽ വന്നിരിക്കുന്നതാണ് ഞാൻ പറയുക. അത് ആരുടെ ബലമാവാം. ജീവിതകാലം മുഴുവൻ എന്നിൽ നിന്ന് അകന്നു പോകരുത് പങ്കാളി എന്ന് ആഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ പങ്കാളി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നല്ല നല്ല കാർഡുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ബലല്ലേ പറയാൻ പറ്റൂ. ആൾ കുറച്ച് കൺട്രോൾ ചെയ്യുന്ന സ്വഭാവമുണ്ട്, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയില്ല. എന്നാൽ നിങ്ങളോട് ഡീപ്പ് ലവാണ്, മുജ്ജന്മ ബന്ധമാണ്, പ്രണയത്തിലൊരു കള്ളത്തരം ഇല്ലാത്ത ആളാണ്. ഇനി ഒരു തേർഡ് പാർട്ടി ഒന്നും ഇവിടെ ഇല്ല. അയാൾക്ക് നിങ്ങളോട് മാത്രമാണ് സ്നേഹം, നിങ്ങൾക്ക് അവരോടും. എന്നാൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ജീവിതമല്ലേ. ആൾക്ക് കുറച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന മെൻറ്റാലിറ്റിയാണ്. സ്നേഹിച്ച പെണ്ണിനെ തന്നെ വിവാഹം ചെയ്യണം, അല്ലെങ്കിൽ സ്നേഹിച്ച പുരുഷനെ തന്നെ ജീവിതത്തിൽ മുഴുവൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. വഞ്ചനയും ചതിയൊന്നും അറിയില്ല. നേരെ വാ നേരെ പോകുന്നുള്ള സ്വഭാവമാണ്. നല്ലോണം ആഡംബരമൊക്കെ പ്രിയമുള്ള ആളാണ്. കുറച്ച് സ്വത്ത് കൈവശം ഉണ്ടാവും എന്നുകൂടി പറയുന്നുണ്ട്. ഇനി കൃഷിയിലൊക്കെ താല്പര്യം ഉണ്ടാവും. പെറ്റ് അനിമൽസിനെയൊക്കെ വളർത്തും, പൂച്ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കുക, അങ്ങനെയുള്ള മണ്ണിനോടും കമ്പമുള്ള ആളായിരിക്കും ഈ ഇടവം രാശിക്കാർ. സണ്ണ് വന്നതുകൊണ്ട് തന്നെ ആളെപ്പോഴും തല ഉയർത്തി തന്നെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ അങ്ങനത്തെ ആൾക്കാർ അധികം നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യില്ല. നമ്മളുടെ മാന്യതയ്ക്ക് വല്ല കളങ്കം പറ്റിയാലോ എന്നുള്ള ഒരു സ്വഭാവം കൂടി ഈ വ്യക്തിക്കുണ്ട്.
അതിന് കളങ്കം പറ്റുന്ന ഒരു കാര്യം ഈ വ്യക്തി ചെയ്യില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് വിശ്വസിക്കുക, നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ചതിക്കില്ല എന്ന്. ഇവിടെ മാർസ് വന്നിട്ടുണ്ട്. മാർസ് കുറച്ച് തണ്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വരുന്നതാണ്, മുൻകോപമുള്ള ആൾക്കാർക്ക് വേണ്ടി വരുന്നതാണ്. എന്നാൽ അതിലുപരി സ്നേഹമുള്ള ആൾക്കാർക്ക് കൂടി വേണ്ടി വരുന്നതാണ്. ഞാൻ പറയാറില്ലേ, പുറത്തേക്ക് പരുക്കനായ ചിരട്ടയായിരിക്കും, അത് പൊട്ടിച്ചു കഴിഞ്ഞ് നമ്മളെന്താ കാണുന്നത്? നാളികേരമാണ്, ഇളനീരാണ്. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അങ്ങേയറ്റം സ്വാദുള്ളതാണ്. അതുപോലെയാണ് അവരുടെ മനസ്സ് എന്ന് പറയുന്നത്. പുറത്തേക്ക് കുറച്ച് പരുക്കനായിട്ടൊക്കെ പെരുമാറും. മാർസല്ലേ, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും, കൺട്രോൾ ചെയ്യും. അവർ വേണ്ടാന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരിക്കും. അതിനെന്തെങ്കിലും പറയുക, റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു പ്രതികരിക്കുന്ന സ്വഭാവം കൂടി ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ എല്ലാ ഗുണങ്ങളുള്ള ഒരാളാണ് എന്ന് പറയുന്നത്. ഇവിടെ പുരുഷന്മാരുടെ എനർജി വന്നിരിക്കുന്നത് മാർസ്, ടോറസ്, ഇത് രണ്ടും പുരുഷന്മാർക്ക് വേണ്ടിയാണ് വരുന്നത്. എന്നാൽ അത് ഓപ്പോസിറ്റ് ജെൻഡറും ആവാം. ഇടവൻ രാശിയിൽ സ്ത്രീകൾ ജനിക്കില്ലേ? ഇനി കിങ് വാണ്ട്, അത് പുരുഷൻ്റെ എനർജി ആവാം, സ്ത്രീകൾക്ക് വേണ്ടി വന്നതും ആവാം. കുറച്ച് കൂടുതൽ പൗരുഷമുള്ള സ്ത്രീകളുണ്ട്, എന്ന് വെച്ചാൽ മീശ വെച്ച് താടി വെച്ച് നടക്കുന്നവരല്ല. എന്തിനു പ്രതികരിക്കാൻ ശേഷിയുള്ള പെണ്ണുങ്ങൾ, തൻ്റേടികളായ പെണ്ണുങ്ങൾ. അവർ എന്തെങ്കിലും അനിഷ്ടമായിട്ട് മറ്റൊരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ ത്രാണിയുള്ള ആൾക്കാരായിരിക്കും. മിക്ക സ്ത്രീകളും 90% പേരും അവനവനെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതികരിക്കില്ലേ, പേടിയായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, പേടിയൊന്നുമില്ല, നല്ല തൻ്റേടുള്ള ആൾ എന്ന് മാത്രം വിചാരിച്ചാൽ മതി. പുരുഷൻ്റെ മാത്രമല്ല, സ്ത്രീകളുടെ കാര്യം ഇവിടെ വരും. നിങ്ങൾ ആരാണ് കാണുന്നത്, ആർക്ക് വേണ്ടിയാണ് കാണുന്നത് എന്ന് നിങ്ങൾക്ക് അറിയൂ. ഇനി വന്നിരിക്കുന്നത് ലവ് കാർഡാണ്. നിങ്ങളൊരു സോൾമേറ്റ് ആണ് എന്ന് പറയുന്നത്. സോൾമേറ്റിൻ്റെ ഗുണങ്ങൾ ഞാൻ എന്നും പറയാറില്ലേ, പിരിയില്ല, വഴക്കിടുകയൊക്കെ ചെയ്യും, അകന്നു പോവുകയൊക്കെ ചെയ്യും, എങ്കിലും വീണ്ടും വരും. അങ്ങനെയുള്ളൊരു സ്വഭാവമാണ്. ഡീപ്പ് ലവാണ്. ഇനി ബിസിനസ്സൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. നല്ല ഇണകളാണ് എന്ന് പറയുന്നത്. കാണാനും നല്ല സൗന്ദര്യമുണ്ട് എന്ന് പറയുന്നത്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഇണകളാണ്. ഒരാൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നത് പോലുള്ള ഇണകളാണ്. ഇനി 10 സൂട്ട്സ് ആണ്. ആൾക്ക് കുറച്ച് ബോഡി പെയിൻ, പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പോലെയുള്ള വല്ല കാര്യങ്ങളുമായിട്ട് റെസ്റ്റ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചെറിയ മുറിവുകൾ, വെച്ചുകെട്ടൊക്കെ ആയിട്ട് ബോഡി പെയിനൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരാളെ നമുക്ക് കാണുന്നുണ്ട്. ഇതെല്ലാവരുടെയും കാര്യമായിരിക്കില്ല, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. അതിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ട്രോമയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു ട്രോമ ഉണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ കുടുംബം എതിർപ്പായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ. താല്പര്യമില്ലാത്തവർ അതിനെ എതിർത്തുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ മാത്രം മതി എന്നാണ് അവരുടെ ആഗ്രഹം. അതിൻ്റെ ഒരു ട്രോമ ചെറുതായിട്ടൊക്കെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ സന്തോഷത്തിലുള്ള ഇണകളെയാണ് നമ്മളിവിടെ കണ്ടത്. ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റ് ഒന്നുമല്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ബോഡി പെയിൻ, പനി ഇതൊക്കെയാണ് കാണുന്നത്. ഒരുപക്ഷെ ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം. നിങ്ങൾക്കിടയിൽ എടുത്തു പറയേണ്ട തടസ്സം എന്ന് പറഞ്ഞാൽ മതമാണ്. രണ്ടാൾ 2 മതമാണ് എന്ന് പറയുന്നത്. അത് മതിയല്ലോ, വലിയൊരു കാര്യമാണല്ലോ അത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രോമ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിടയിലല്ല പ്രശ്നം, മതത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഇനി വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂണാണ്. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറും എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. നിങ്ങൾക്ക് അടുത്ത പടിയിലേക്ക് പോകാൻ കഴിയും, ഐക്യത്തിലേക്ക് വരും. ഭാവിയിൽ ഭാഗ്യം, വിജയം, സന്തോഷമാണ്. നിങ്ങൾ ഒരു ആത്മ ഇണകളായതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ പിരിക്കാൻ നോക്കിയാലും പിരിയില്ല എന്നാണ് പറയുന്നത്. ഒന്നിച്ച് കഴിയേണ്ടവരാണ്. അപ്പോൾ പോസിറ്റീവായി തന്നെ ഈ ബന്ധം മുന്നോട്ട് പോകുമെന്നാണ് എല്ലാ കാർഡും പറയുന്നത്. സണ്ണ് വന്നു, ലവ് കാർഡ് വന്നു. ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് ഒന്നും പറയാനില്ല. നിങ്ങളുടെ പ്രണയം വിജയിക്കുമെന്നും നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാവുമെന്നാണ് ഇവിടെ പറയാനുള്ളത്. ഇനി വന്നിരിക്കുന്നതാണെങ്കിൽ പേജ് ബന്ധങ്ങളാണ്. ഒരാൾ കുറച്ച് സെൻസിറ്റീവാണ് എന്ന് പറയുന്നുണ്ട്. ആ ദൗർബല്യത്തിനെ മുതലെടുക്കാൻ വല്ലവരൊക്കെ കാണും. വേദനിപ്പിക്കാനും കരയിക്കാനും ഒക്കെ ഉണ്ടാവും ആൾക്കാർ. അതിനുവേണ്ടി കരയുന്ന ഒരാളുണ്ട്, നിങ്ങളായിരിക്കാം. മറ്റേ ആൾ നല്ല തൻ്റേടുള്ള ആളാണ്. ആ വ്യക്തി അത്ര വേഗം ഒന്നും ആർക്കും കരയിപ്പിക്കാനൊന്നും പറ്റില്ല. എങ്ങനെ ജീവിക്കണം എന്നറിയുന്ന ഒരാളാണ്. അപ്പം ജീവിക്കാൻ അറിയാത്തവരാണ് കരയുന്നത്, അത് മനസ്സിലാക്കുക.
ഈ റീഡിങ് കണ്ടിട്ടെങ്കിൽ എങ്ങനെ ജീവിക്കുക എന്നൊന്ന് പഠിക്കുക. പ്രണയിക്കുകയാണോ, അവരെ സ്വന്തമാക്കാൻ എന്താണ് വഴി അത് നോക്കുക. ആ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. അതിന് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് വിവാഹം ചെയ്തവരാവാം, അവിവാഹിതരാവാം, വിവാഹേതര ബന്ധവുമാവാട്ടോ. വിവാഹേതര ബന്ധമാണെങ്കിൽ നിങ്ങൾ സോൾമേറ്റ് ആണ് എന്ന് പറയുന്നത്, മുജന്മ ബന്ധം. ഇനി അവിവാഹിതരാണെങ്കിൽ നിങ്ങൾ വിവാഹത്തിലെത്തും, നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കും എന്നാണ് പറയുന്നത്. ഇനി ദമ്പതികളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് അകന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഒന്നാവും, നിങ്ങളുടെ ലൈഫ് വിജയത്തിലെത്തും എന്നാണ് പറയുന്നത്. ഇതിൽ നെഗറ്റീവ് പറയാനൊന്നുമില്ല, ഉള്ളപ്പോൾ ഞാനത് പറയും. ഇവിടെ നല്ല കാർഡുകളാണ് വന്നിരിക്കുന്നത്. ആകെ ഹെൽത്തിനാണ് കുറച്ച് പ്രശ്നം പറയുന്നത്. മതത്തിൻ്റെ ഒരു പ്രശ്നം കൂടി പറയുന്നുണ്ട്. അത് ആരൊക്കെ എതിർക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ട്രോമ കാണുന്നുണ്ട്. മതമൊക്കെ പ്രശ്നമായാലും അതൊക്കെ മാറിയിട്ട് നിങ്ങളൊന്നാവും എന്നാണ് പറയുന്നത്. കാരണം തൻ്റെ ഇടമുള്ള 2 പേരാണ് പ്രണയിക്കുന്നത്. ആരൊക്കെ എതിർത്താലും ഞങ്ങൾ സ്നേഹിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനാണ് എന്ന് തീരുമാനമെടുത്ത യുവാക്കളെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം പരിപൂർണ വിജയമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല നിങ്ങളൊരു മുജന്മ ബന്ധമാണ്, ആത്മീയണകളാണ്. ഇത്തരം ബന്ധങ്ങളെ പിരിക്കാൻ ആർക്കും കഴിയില്ല. കാരണം നിങ്ങൾ മുജന്മങ്ങളിൽ തന്നെ ഇണകളാണ്. ഇനി എത്ര കാലം നിങ്ങൾ ഇണകളായിട്ട് തുടരും എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അത്തരം ആൾക്കാരെയാണ് നമ്മൾ കണ്ടത്. നല്ലൊരു റീഡിംഗ് ആയിരുന്നു അല്ലേ. ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ ഇതിലേക്ക് പോവാം. ഇവിടെ ഞാൻ പറഞ്ഞു ബോഡി പെയിന്, പനി ഇനിയിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. മലപ്പുറത്ത് ശ്രദ്ധിക്കുക, കുറേ ആൾക്കാർക്ക് പകർന്നിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പനിയുടെ ലക്ഷണം കണ്ട ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. ഇതിലൂടെയെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തെറ്റായി ഒന്നും വിചാരിക്കരുത്. റീഡിങ് അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം പറയുമ്പോഴേക്ക് ഭയങ്കര ഇറിറ്റേഷനുള്ള ചില ആൾക്കാരുണ്ട്. താഴെ വന്ന് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കമൻറ്റ് ഇടുന്നുണ്ട്. അവരോട് ഞാൻ മറുപടി പറയാറുണ്ട്. കാരണം ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് ഞാൻ റിയാക്ട് ചെയ്യുക. അതെൻ്റെ സ്വഭാവമാണ് കേട്ടോ. സംസാരം വഴി മാറിയില്ലേ. അപ്പോൾ ഹെൽത്തിൽ ഇനി പറയുന്നത് തലവേദന, ചെങ്കണ്ണ്, ചിക്കൻ ബോക്സ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടോയെന്നറിയില്ല, അത് പറയുന്നുണ്ട്. തീപ്പൊള്ളൽ പറയുന്നുണ്ട്. തൊലിപ്പുറത്തെ അസുഖങ്ങൾ പറയുന്നുണ്ട്. ഇനി വന്നിരിക്കുന്ന ആന്തരാവയവങ്ങളിലെ പ്രശ്നങ്ങളാണ് കേട്ടോ. കരൾ രോഗം, വൃക്കരോഗമൊക്കെ പറയുന്നുണ്ട്. ഇനി വന്നിരിക്കുന്നത് സ്കിന്നിൻ്റെ എല്ലാ അലർജികളുമാണ്. അത് വേറെ ലിബ്ര പറയുന്നതാണ്. സണ്ണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു. ലിബ്ര പറയുന്നു ഡസ്റ്റ് അലർജി, സ്കിന്നിൻ്റെ ത്വക്ക് രോഗങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇനി വന്നിരിക്കുന്ന ഗർഭാശയ, അണ്ഡാശയ, സ്തന ഫൈബ്രോയിഡുകളാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സ്ത്രീകളിലെ അമിത ആർത്തവം പറയുന്നുണ്ട്. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ബ്ലഡ് ലോസ് കാണുന്നുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക കേട്ടോ. ഈ ടാരോ മാത്രം കണ്ടിരുന്നാൽ പോരെ, ഹെൽത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. മഞ്ഞപ്പിത്തമുണ്ട്, നിപയുണ്ട്, ഡെങ്കിപ്പനിയുണ്ട്. അപ്പോൾ മലിനമായ വെള്ളങ്ങളൊന്നും കുടിക്കാതിരിക്കുക. എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക. ഇതൊരു അറിയിപ്പായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനത്തെ സൂക്കേടുകളൊക്കെ വന്നിട്ടുണ്ട്, അതാണ് പറയാൻ കാരണം. ഇനി നമുക്ക് കരിയറിലേക്ക് പോവാം. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ജോബുകളും വന്നിട്ടുണ്ട്. മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട്. അധ്യാപകർ വന്നിട്ടുണ്ട്. നിയമ രംഗത്തുള്ള എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. പോലീസുണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്, പട്ടാളുണ്ട്, എയർഫോഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ജോലികളും വന്നിട്ടുണ്ട്. തപാൽ വകുപ്പ് വന്നിട്ടുണ്ട്. യാത്ര വന്നിട്ടുണ്ട്. ഗതാഗതം വന്നിട്ടുണ്ട്. ബിസിനസ്സുകൾ വന്നിട്ടുണ്ട്. ചെറുകിട വ്യവസായങ്ങൾ, വാണിജ്യം. മുന്നറിയിപ്പായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ആക്സിഡൻറ്റുകൾ സൂക്ഷിക്കാനാണ്. ബ്ലഡ് ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 വീലറിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റൊക്കെ എടുക്കാൻ മറക്കാതിരിക്കുക. യാത്രകൾ വളരെ പതുക്കെ പോയാൽ മതി. വാണിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് വിഷദംശമാണ്. അത് പാമ്പിൻ്റെ മാത്രമല്ല, നമ്മളുടെ വളർത്തു മൃഗങ്ങളിൽ നിന്നൊക്കെ കടിയേൽക്കാതെയും നഖം കൊണ്ടുള്ള പോറലുകൾ ഏൽക്കാതെയും ശ്രദ്ധിക്കുക കേട്ടോ. അതിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പൊതുവായിട്ടുള്ള ഫലങ്ങൾ പറയാം. നിങ്ങൾ ചില നിയമക്കുരുക്കുകളിൽ പെടുമെന്ന് പറയുന്നുണ്ട്. ഡിവോഴ്സിനൊക്കെ കേസ് കൊടുത്തവർക്ക് അത് വിധിയാവുമെന്ന് പറയുന്നുണ്ട്. കല്യാണാലോചനകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. വിവാഹ നിശ്ചയം, വിവാഹം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ചോറൂണ്, ഇങ്ങനെയുള്ള സെലിബ്രേഷനുകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി പിണങ്ങി അകന്നവർ, കാമുകി കാമുകന്മാർ
നിങ്ങൾക്കൊരു മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു അവസരം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പുതിയ ജോലി ഓഫറുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഗവൺമെൻറ് ജോബുകൾക്ക് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അറിയിപ്പ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അവിചാരിത യാത്രകൾ പറയുന്നുണ്ട്. ബന്ധുസമാഗമം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള ഫലങ്ങൾ. ഇനി നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതാണ് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് റീഡിങ് കറക്റ്റായിട്ടില്ലെങ്കിൽ കേട്ടോ, നിങ്ങളുടെ മാത്രം കാര്യം പറയാം. ഇനി നമുക്ക് മാലാഖയോട് ചോദിക്കാം. സത്യമായ പ്രണയമാണ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല പങ്കാളിയുടെ ഒരു ചാൻസ് കൂടി കിട്ടണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. സോൾമേറ്റാണ് എന്ന് പറയുന്നുണ്ട്. അധികം വൈകാതെ വിളിക്കുമെന്നാണ് പറയുന്നത്. എൻഗേജ്മെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, വിവാഹ നിശ്ചയമൊക്കെ നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് മാലാഖ പറഞ്ഞത്. ഒരു ചാൻസും കൂടി കിട്ടണമെന്ന് അകന്ന് പോയവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് നടക്കുന്നുണ്ട് ചില ആൾക്കാർക്ക്. വിവാഹ നിശ്ചയമൊക്കെ സെലിബ്രേഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ വിളിക്കുമെന്നാണ് പറയുന്നത്. അതാണ് പേജ് കപ്പും പറഞ്ഞത്, പേജ് പെൻഡക്കൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മാലാഖയും പറഞ്ഞത്. ഇനി നമുക്ക് 2 കാർഡ് കൂടി എടുത്ത് നോക്കാം അല്ലേ. ചെറിയ റീഡിംഗ് ആണ്. മൂവ് ഓൺ ചെയ്തു ചില ആൾക്കാരെ. ടിൻ ഫ്ലെയിം ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ടിൻ ഫ്ലെയിമോ സോൾമേറ്റൊക്കെയാണ്. ഡീപ്പ് ലവ് ആണ്. ലവ് യു എന്നാണ് പറയുന്നത്. ശരിക്കും ടാരോ റീഡർമാർ കൂടി ഒരു വാർണിംഗ് വെക്കേണ്ടതാണ്. പ്രായപൂർത്തിയായവർ മാത്രം റീഡിംഗ് കാർഡ് എന്ന്. കാരണം മലപ്പുറത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഗർഭിണിയായിരിക്കുന്നത്. ടാരോ റീഡിങ്ങൊക്കെ ചെറുപ്പക്കാരെ വഴി തെറ്റിക്കുന്നുണ്ടോ എന്നുകൂടി ഞാൻ സംശയിക്കുകയാണ്. അത് എടുക്കേണ്ട രീതിയിലല്ല എടുക്കുന്നത്. മെസ്സേജുകളൊക്കെ പ്രണയിക്കുന്നു, അവർ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന തെറ്റായ ധാരണ കൊണ്ടൊക്കെ ആയിരിക്കാം കാമുകനെ അന്ധമായി വിശ്വസിച്ചിട്ട് പെൺകുട്ടി തെറ്റിലേക്ക് ഇറങ്ങുന്നത്. ദയവായി അത്തരക്കാരെൻ്റെ റീഡിങ് കാണരുത്. കുറച്ച് മെച്യൂർഡായ ആൾക്കാർ മാത്രം കാണുക. ചെറിയ കുട്ടികൾ 8ലും 9ലും 10ലും ഒന്നും പഠിക്കുന്ന കുട്ടികൾ വീഡിയോ കണ്ടിട്ട് വഴി തെറ്റാതിരിക്കുക. ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല. അതാണ് എൻ്റെ വാണിംഗ് കേട്ടോ. ദയവായിട്ട് അത്തരക്കാർ കാണരുത്. കാരണം ഒരുപാട് പെൺകുട്ടികൾ തെറ്റിലേക്ക് ഇറങ്ങുന്നത് ഇത്തരം റീഡിംഗ് കണ്ടിട്ട് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഡെവിളാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു അവൻ നല്ലതല്ല, നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രണയിക്കുന്ന ആളാണ് എന്ന്. പെൺകുട്ടി തർക്കിച്ചു. ഞാൻ മറ്റൊരു റീഡിംഗ് എടുത്തു. അതിൽ പറഞ്ഞു നിങ്ങളുടെ പങ്കാളി വളരെ നല്ലവനാണ് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് പറഞ്ഞാലും ഈ പെൺകുട്ടി അനുസരിക്കും. ദയവായിട്ട് അത്തരം തെറ്റിദ്ധാരണകളിൽപ്പെട്ട് സ്വയം നിങ്ങൾ നാശത്തിലേക്ക് വീഴാതിരിക്കുക. ഇത് ചില നാളുകളുടെയും ചില കാർഡുകളുടെയും ചില സോഡിയാക് സൈനിൻ്റെയും കാര്യമാണ് പറയുന്നത്. മെച്യൂരിറ്റി ഇല്ലാത്ത പെൺകുട്ടികൾ ഇത് കണ്ടിട്ട് കാമുകന് അവനവനെ സമർപ്പിക്കാതിരിക്കുക. ഒരു പ്രാർത്ഥനയാണ്, അപേക്ഷയാണ്. നിങ്ങളുടെ അമ്മയാണ് എന്ന് വിചാരിക്കുക. ഞാൻ കാരണം ആരെങ്കിലും അത്തരം വഴിയിലേക്ക് പോകരുത് കേട്ടോ. ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. എനിക്കുണ്ടൊരു പെൺകുട്ടി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെക്കുറിച്ചൊക്കെ വേവലാതിപ്പെടുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ പറയാനുള്ളത്. എല്ലാവരും പോസിറ്റീവായിരിക്കുക, നല്ല വഴിക്ക് നടക്കുക.